വാർത്തയുടെ വിശദാംശങ്ങളുമായി MC നാസർ ചേരുന്നുണ്ട്. നാസർ, ഈ ഹമാസ് ഇസ്രായേൽ അന്റഞ്ചര ചർച്ചയൊക്കെ ഇതിൽ പുരോഗതിയില്ല, കെയ്റോയിൽ അതിന്റെ മധ്യസ്ഥ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, അതിൽ പുരോഗതിയില്ല എന്നൊക്കെ റിപ്പോർട്ട് വരുമ്പോഴാണ് ഈ ലബനാൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകുന്നത്. സംഘർഷത്തിനെ കുറിച്ച് ഏത് ഭാഗത്താണ്, അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? തന്നെ ഈ 10 മാസത്തിനിടയിൽ നടക്കുന്ന ഏറ്റവും വ്യാപ്തിയുള്ള ഒരു റോക്കറ്റ് ആക്രമണമാണ് ഹിസ്ബുല്ല ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയത്. നേരത്തെയൊക്കെയും അതിർത്തി കേന്ദ്രങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളെ മാത്രമായിരുന്നു ലക്ഷ്യമിട്ടിരുന്നെങ്കിൽ ഇത്തവണ നടന്ന ആക്രമണം ഏതാണ്ട് തെല്ലവീവിന് സമീപത്തുള്ള ഇന്റലിജൻസ് കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിച്ചു എന്നാണ് ഹിസ്ബുല്ല അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഉടൻ തന്നെ പുറത്തു വിടുമെന്ന് കൂടി ഹിസ്ബുല്ല നേതാവായിട്ടുള്ള ഹസൻ നസ്രുള്ള അറിയിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ വ്യാപ്തിയുള്ള ആക്രമണം. 320-ലധികം റോക്കറ്റുകൾ വന്നതോടുകൂടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വളരെ പരിമിതമായിട്ടുള്ള തോതിലുള്ള പ്രത്യാക്രമണം ദക്ഷിണ ലബനാന് നേരെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വ്യാപ്തിയിലേക്ക് ആക്രമണം കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ ഗുരുതരമായിട്ടുള്ള ഒരു യുദ്ധവ്യാപ്തി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിനെ തുടർന്നായിരിക്കണം ഇസ്രായേൽ അത്തരമൊരു നീക്കം പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം 48 മണിക്കൂർ നേരത്തെ അടിയന്തരാവസ്ഥ തെലവീവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിലനിൽക്കുകയാണ്. ആളുകൾ കൂട്ടം കൂടുന്നതും അതോടൊപ്പം തന്നെ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നതിനുമൊക്കെ തൽക്കാലം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും തങ്ങളുടെ ഈ ഇസ്രായേലിനെതിരായിട്ടുള്ള ഫുവാദ് ഷുക്കറിനെ കൊലപ്പെടുത്തിയതിനുള്ള ആ പ്രതികാരത്തിന്റെ ആദ്യഘട്ടം മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. തുടർഘട്ടങ്ങൾ വൈകാതെ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഹിസ്ബുല്ല നൽകിയിട്ടുണ്ട്. ദക്ഷിണ ലബനാന് നേരെയുള്ള തങ്ങളുടെ ആക്രമണവും ഇന്നത്തേത് ഏറെക്കുറെ അവസാനിപ്പിച്ചതായിട്ട് ഇസ്രായേലും അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ കെയ്റോയിൽ നടക്കുന്ന ചർച്ചയുടെ ഗതി എന്തായിരിക്കും എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും ഇനി ഈ ലബനാൻ അതോടൊപ്പം തന്നെ ഇസ്രായേൽ അതിർത്തിയിലെ സംഘർഷത്തിന്റെ വ്യാപ്തി. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ സംഘം കെയ്റോയിൽ എത്തിയിട്ടുണ്ട്. ഹമാസ് സംഘവും അവിടെ തന്നെ തങ്ങുന്നുണ്ട്. നേരിട്ടുള്ള ചർച്ചകളിൽ ഹമാസ് പങ്കെടുക്കാനുള്ള സാധ്യത വളരെ വിരളമായി തന്നെ നിൽക്കുകയാണ്. അതേസമയം ഏതെങ്കിലും അർത്ഥത്തിൽ ഈ പൂർണ്ണമായിട്ടും ഗസയിൽ നിന്ന് സൈനിക പിന്മാറ്റം എന്ന ഒരു പ്രധാന ഉപാധി ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നു. അതാണ് തങ്ങൾക്ക് ഇനിയും സ്വീകാര്യമല്ലെന്ന് നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഈ സംഘവുമായിട്ട് നെതന്യാഹു വിശദമായിട്ടുള്ള ചർച്ച നടത്തിയിരുന്നു. ഏത് നിർദ്ദേശമാണ് നെതന്യാഹു ഏറ്റവും അവസാനമായിട്ട് ഈ സംഘത്തെ ധരിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ആ ചർച്ച ഏത് രീതിയിൽ മുന്നോട്ട് പോകും ഈ സാഹചര്യത്തിൽ അതിന്റെ തുടർച്ചയും അതിന്റെ പരിണതിയും എന്ത് എന്ന് വ്യക്തമാണെങ്കിൽ ഈ ചർച്ചയുടെ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം ലഭ്യമാകേണ്ടതുണ്ട്. അത് മിക്കവാറും നാളെ അതല്ലെങ്കിൽ മറ്റന്നാൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഇസ്രായേൽ സൈനിക താവളത്തിന് നേരെ തന്നെയാണോ, അത് തന്നെയാണോ ലക്ഷ്യമിടുന്നത് ഹിസ്ബുല്ല? ധന്യ, ഇന്ന് നടന്നിരിക്കുന്ന ആക്രമണങ്ങളിൽ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ 13 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഈ സൈനിക കേന്ദ്രങ്ങളിൽ വരുത്താൻ തങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഹിസ്ബുല്ല അവകാശപ്പെടുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ട് തങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള ഡ്രോൺ വിഷ്വലുകൾ തങ്ങളുടെ പക്കലുമുണ്ട്. അത് വൈകാതെ തന്നെ പുറത്തുവിടും. അതിലൂടെ ഈ നിരവധി സൈനികർ കൊല്ലപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹിസ്ബുല്ല നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നൽകാൻ ഇസ്രായേൽ വിസമ്മതിക്കുകയാണ്. എന്തായാലും അമേരിക്കയുടെ പൂർണ്ണ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ ആക്രമണത്തെ ഇസ്രായേൽ പ്രതിരോധിച്ചതെന്ന് അമേരിക്കയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ലബനാന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുകൂടി അമേരിക്കൻ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ സംയുക്ത സൈനിക ചെയർമാൻ ഇപ്പോൾ തെല്ലവീവിലുണ്ട്. ഇനിയും ഒരുപക്ഷെ ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും തുടർന്ന് ഇറാന്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ഒരു ആക്രമണം കൂടി ഇസ്രായേൽ നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൈനിക നേതൃത്വം പൂർണ്ണമായിട്ടും സജ്ജമായി നിൽക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. വിമാന സർവീസുകൾ ഏതാണ്ട് 50-ലധികം വിമാന സർവീസുകളാണ് ഇന്ന് നിർത്തിവെച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ നിന്നുള്ള തെല്ലവീവിലേക്കും ബെയ്റൂത്തിലേക്കുമുള്ള എല്ലാ സർവീസുകളും ഇന്ന് നിർത്തിയതിൽ ഉൾപ്പെടും. ഏതാണ്ട് ആ സർവീസുകൾ ഇനി പുനരാരംഭിക്കുന്നത് എപ്പോൾ ആയിരിക്കും എന്ന കാര്യത്തിലും ഒരു വ്യക്തതയും നൽകാൻ ഇസ്രായേൽ നേതൃത്വം തയ്യാറായിട്ടില്ല. അടുത്ത 2 ദിവസം വളരെ നിർണായകമായിരിക്കുമെന്നാണ് നെതന്യാഹുവും അതോടൊപ്പം തന്നെ സൈനിക നേതൃത്വവും നൽകുന്ന വിശദീകരണം. ശരി, നന്ദി MC നാസർ.